അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയും സംയുക്തമായി നടത്തുന്ന ആദ്യ ദൗത്യമാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ഇതിന്റെ വിക്ഷേപണം ഈ വരുന്ന ജൂലൈ 30-നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. നിസാറിന്റെ ഭാരം 2392 കിലോഗ്രാമാണ്. ഭൂമിയിൽ നിന്ന് 743 കിലോമീറ്റർ അകലെ സൺ സിങ്ക്രോണൈസ്ഡ് ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹം എത്തുക. വലിയ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനും ചെറിയ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനുമായി 2 റഡാറുകളാണ് ഈ ഉപഗ്രഹത്തിലുള്ളത്. ഉപഗ്രഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ISRO വികസിപ്പിച്ച ഉപഗ്രഹത്തിന്റെ പ്ലാറ്റ്ഫോമിലെ യന്ത്രക്കൈകളിലുള്ള നാസയുടെ മെഷ് ആന്റിനയാണ്. ഇത് ഉപയോഗിച്ച് ഭൂമിയിലേക്ക് അയച്ച മൈക്രോവേവ് തരംഗങ്ങളുടെ രൂപത്തിലുള്ള സിഗ്നലുകൾ പ്രതിഫലിച്ച് സ്വീകരിക്കുന്നത് മെഷ് ആന്റിനയുടെ സഹായത്തോടു കൂടിയായിരിക്കും. നിസാറിന്റെ നിരീക്ഷണ പരിധി 242 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂപ്രദേശങ്ങളെയും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയും. ഉപഗ്രഹം നിയന്ത്രിക്കുന്നത് ബംഗളൂരു ഇസ്ട്രാക് നാസ JPL ഓപ്പറേഷൻ സെന്ററാണ്. ഈ ഉപഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ പ്രകൃതി ദുരന്തങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തുക, പ്രകൃതി ദുരന്ത സാധ്യത വിലയിരുത്തുക, ഭൂമിയിലെ മാറ്റങ്ങൾ കാരണം അപകടത്തിലാകുന്ന കെട്ടിടങ്ങളെ കണ്ടെത്തുക, നിബിഡ വനം, വിളകളുടെ നിലവാരം എന്നിവ അളക്കുക. 12 ദിവസത്തെ ഇടവേളയിൽ ഭൂമിയെ ആകെ രാപ്പകൽ വ്യത്യാസമില്ലാതെ സ്കാൻ ചെയ്യാനും ഇതിന് സാധിക്കും. ഭൂമിയിലെ ഹിമപാളികളെയും അന്റാർട്ടിക്കയെയും നിരീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതും ഈ ഉപഗ്രഹത്തിന്റെ പ്രത്യേകതയാണ്. 3 വർഷത്തെ കാലാവധിയാണ് ഈ ഉപഗ്രഹത്തിനുള്ളത്. എന്നാൽ 5 വർഷം വരെ പ്രവർത്തിക്കാനുള്ള ഇന്ധനം ഉപഗ്രഹത്തിനുണ്ട്. താങ്ക്